വദനായ മറ്റേ ഭർത്താവ് നീ വിചാരിക്കണ പോലെ അയ്യോ നാട്ടുകാരനെ നന്നാക്കാനും ഭാര്യമാരുടെ രഹസ്യ വിവരങ്ങളും ചോരാനൊന്നും അല്ല. അവൻ്റെ പണ്ടത്തെ ആ സ്വഭാവം എടുത്തിട്ട് അവൻ പെണ്ണുങ്ങളോട് അവനിക്ക് വളയുന്ന പെണ്ണുങ്ങളാണെങ്കിൽ അവൻ മെല്ലെ വളയ്ക്കാൻ നോക്കുകയാണ്. അത് മണ്ടിയായ നിനക്കറിയുന്നില്ല. നീ വിചാരിക്കണ്ടാവും വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ട ഭാര്യമാരനെ അല്ലെങ്കിൽ കണ്ട പെണ്ണുങ്ങളിലൊക്കെ അല്ല. നിനക്ക് പിന്നെ കുഴപ്പമില്ലല്ലോ, ഏത് രീതിയിൽ കാശ് കൊടുത്താലും നീ അത് നിനക്ക് മതിയെന്നുള്ള മനസ്സിലായി. അപ്പോൾ ഷെരീഫെ മോനെ മുത്തുമണിയെ, നിനക്ക് മണ്ണാർക്കാട്ടിലെ ആൾ കിട്ടാണ്ടാണ് നീ അങ്ങ് മറ്റേ അവൻ്റെ നാട്ടിൽ പോയിട്ട് ആൾക്കാരനെ പിടിച്ചത്. എന്തേടാ മോനെ, എനിക്ക് മണ്ണാർക്കാട്ടിൽ ആരും കിട്ടാനില്ല? ഭയങ്കര കിട്ടില്ല മോനെ. എൻ്റെ സ്വഭാവത്തിന് അന്നെ മണ്ണാർക്കാട് ഒരു എന്താ പറയുക, മണ്ണാർക്കാട് അന്നെ എന്താ പറയുക മഷിയിട്ട് തിരഞ്ഞാൽ കാണില്ല എന്ന് പറയില്ലേ? മഷിയിട്ട് തിരഞ്ഞാൽ കാണില്ലല്ലോ എന്നെ മണ്ണാർക്കാട്ടിൽ. എന്തേ മണ്ണാർക്കാട്ടിൽ ആൾക്കാരുമില്ല? പിന്നെ നീ ഒരു കാര്യം ആലോചിക്കണം. ഉമ്മ വാപ്പ പെങ്ങന്മാർ അനിയൻ അനിയത്തി ഇതൊക്കെ നിനക്ക് മാത്രമല്ലടാ, എല്ലാവരുടെ കുടുംബത്തിലും ഉമ്മയും വാപ്പയുണ്ട്. എല്ലാവരുടെ കുടുംബ ചരിത്രവും നീ അങ്ങോട്ട് വളമ്പി നീ വലിയ മാന്യനായിട്ട് നടക്കുമ്പോൾ ഇപ്പം നീ ഞാനിപ്പോൾ ആരിനും സപ്പോർട്ട് ചെയ്യും. നീ പറഞ്ഞല്ലോ എന്താ പറഞ്ഞു, ഫാത്തിൻ്റെ അല്ല, ഫാത്തിൻ്റെ ഉപ്പൂപ്പാൻ്റെ ചെലവിലല്ല, ഫാത്തിൻ്റെ ചെലവിലും അല്ല, ഫാത്തിൻ്റെ ഉപ്പാൻ്റെ ചെലവിലല്ല ഷാജി ജീവിക്കുന്നത്. ഷാജി അന്തസ്സായിട്ട് ഒരു കൊല്ലം യൂട്യൂബിൻ്റെ റവന്യൂ ഇങ്ങനെ അടിക്കടിക്ക് കയറിയപ്പോഴാണ് നീ വല്ല അത്തറിൻ്റെ മണമൊക്കെ വിട്ടിട്ട് നീ നേരെ നാട്ടിലെത്തിയത്. അപ്പോൾ ഷാജി എന്ന് പറയുന്ന വ്യക്തിയില്ലേ, തീയിൽ ഇവിടെ നോക്കിക്കോ, തീയിൽ കുരുത്തതാണ്. തീയിൽ വെയിലത്ത് വാടില്ല. ഓക്കെ. പിന്നെ ഷാജി ഒരു കൊല്ലം അടങ്ങിയിരുന്നത് എന്താന്ന് വെച്ചാൽ ഒരു കൊല്ലം ഷാജി റെസ്റ്റിലായിരുന്നു. എന്നിട്ടും ഷാജി തളർന്നിട്ടില്ല. പിന്നെ ഷാജിൻ്റെ അക്കൗണ്ടിൽ പണം വരുന്നതാണ് നിൻ്റെ പ്രശ്നം. ഞാൻ ഇപ്പോഴും പറയാം, ഷാജിക്ക് വരാനുള്ള പണമാണെങ്കിൽ, ഷാജിക്ക് കിട്ടാനുള്ളതാണ്, ഷാജിൻ്റെ മക്കൾക്ക് കിട്ടാനുള്ള പണമാണെങ്കിൽ അത് എന്താണ് പണ്ടുള്ളവർ ആരെ പറയുന്ന കേട്ടില്ലേ, നമുക്ക് കിട്ടാൻ വിധിച്ചത് 7 ആകാശത്തിൻ്റെ ഇടയിലാണെങ്കിലും അത് നമുക്ക് വന്ന് ചേരും. അല്ല, അത് നമുക്ക് കിട്ടാൻ വിധിക്കാത്ത സംഭവമാണെങ്കിൽ നിൻ്റെ 2 ചുണ്ടിൻ്റെ ഇടയിലാണെങ്കിലും അത് നിനക്ക് മുഴുങ്ങാൻ പറ്റില്ല എന്നാണ് ഒരു ഇത്. നീ കേട്ടിട്ടുണ്ടോയെന്നറിയില്ല. നിൻ്റെ വളിച്ച കോമഡിയിൽ നമ്മളുടെ ഇതൊന്നും നിനക്ക് കയറ്റാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് ഷെരീഫിനോടാണ് പറയാനുള്ളത്, നിനക്കൊരു വിചാരം ഉണ്ടാവും. നീ എന്താണ് അന്ന് അങ്ങനെയൊക്കെ വിളിച്ചു പറഞ്ഞു, അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഷാജി അങ്ങനെ അങ്ങോട്ട് ഒതുങ്ങി തളർന്ന് ഇതാക്കി അങ്ങനെ അങ്ങോട്ട് മുക്കിൽ ചുരുണ്ട അങ്ങോട്ട് കൂടിയിരിക്കുകയാണെന്നാണ് നിൻ്റെ വിചാരം. അല്ല മോനെ. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഉപ്പ ഉമ്മാൻ്റെ കാര്യം ബാക്കിയുള്ളത് നിൻ്റെ ഉപ്പ ഉമ്മ അവരിനൊക്കെ പറയുമ്പോൾ നിനക്ക് എങ്ങനെ സിറന്ന് കയറിയത്, അതേപോലെ ആമ്പിള്ളേരായ എല്ലാവർക്കും സിറന്ന് കയറും. അതാർക്കായാലും സിറന്ന് കയറും. ഇന്നലെയാണല്ലോ നിനക്കെതിരെ വീഡിയോ വന്നത്. മിനിഞ്ഞാന്ന് നീ രാജേട്ടൻ്റെ കഥ പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിൻ്റെ ഡീറ്റെയിൽസ് ഫുൾ എനിക്ക് അറിയില്ല. ഇന്നലെ ഫാത്തിൻ്റെ വീഡിയോ കണ്ടിട്ടാണ് ഈ ഡീറ്റെയിൽസൊക്കെ ഞാൻ അറിയണത്. പിന്നെ ഈ ഫാത്തി പറയുന്ന വ്യക്തിനോട് ഞാൻ കോണ്ടാക്ട് ചെയ്തത് ലാസ്റ്റ് പറയണത് അയാളുടെ ആ ഒരു ഭാര്യൻ്റെ സംഭവത്തിനോട് അനുബന്ധിച്ച് കോണ്ടാക്ട് ചെയ്യാന്നല്ലാണ്ട് ഞാൻ അയാൾക്ക് ഇവിടുത്തെ ഡീറ്റെയിൽസ് എനിക്ക് പൊതുവെ നിൻ്റെ ഉപ്പ ഉമ്മാൻ്റെ പേരോ ഈ സംഭവങ്ങളോ എനിക്കറിയില്ല. നിൻ്റെ ഡീറ്റെയിൽസ് ഫുൾ എത്തിച്ചിരിക്കുന്നത് മണ്ണാർക്കാട്ടിലെ നിൻ്റെ അടുത്തുള്ള ആൾക്കാരാണ്. ഓക്കെ. അപ്പം ഷാജിൻ്റെ രംഗത്തേക്ക് നീ കയറണ്ട. ഷാജി അല്ല ആ വിവരങ്ങൾ എത്തിച്ചിരിക്കുന്നത്. അത് എത്തിക്കേണ്ടവരും എത്തിച്ചിട്ടുണ്ട്. അത് എവരാണെന്നൊന്നും എനിക്കറിയില്ല. അതുകൊണ്ട് എനിക്ക് ഇന്നലെ പറയുമ്പോഴാണ് കൊതുക് കടിക്കണ കുടുംബപ്പേര് ബഷീർ ഉപ്പ പറയണമെങ്കിൽ അവൻ്റെ ഉപ്പ എൻ്റെ മക്കളുടെ സ്കൂൾ ഡ്രൈവറാണ്. നമ്മുടെ മക്കൾ സ്കൂളിലേക്ക് പോണ ആ സ്കൂളത്തെ ഡ്രൈവറാണ് അവൻ്റെ ഉപ്പ. അപ്പം എനിക്ക് പക്ഷേ അയാളുടെ പേരോ കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ ആ ഡൗട്ട് നിനക്ക് അങ്ങോട്ട് ക്ലിയർ ചെയ്ത് തരാമെന്ന് വിചാരിച്ചു. മനസ്സിലായല്ലോ?
എനിക്ക് ഡീറ്റെയിൽസ് എനിക്ക് ഫാത്തിൻ്റെ അടുത്ത് ഡീറ്റെയിൽസ് കൊടുത്തിട്ട് ഫാത്തിനോണ്ട് വീഡിയോ ചെയ്യിക്കേണ്ട ഒരാവശ്യമില്ല. പിന്നെ ഫാത്തിൻ്റെ ചിലവിൽ ഫാത്തി പറയാനായിട്ടാ തന്നെ മനസ്സിലാവില്ല അല്ലേ, ₹1 അവൻ ആർക്കും അങ്ങനെ അനാമത്തായിട്ട് ചിലവിന്, അല്ലെങ്കിൽ അവൻ പോണ ആരുടെ അടുത്തായാലും അവൻ പോയോ ഇല്ലേന്ന് നമുക്കറിയില്ല. പോയാലും ഇപ്പൊ നിന്റെ കോൾ വിളിച്ച പെണ്ണ് എന്നൊക്കെ പറയണ്ടല്ലോ, അവൾക്ക് ₹1 കിട്ടിയിട്ടില്ല. അങ്ങനെയൊക്കെ കൊടുത്തിട്ടും പിന്നെ ഞാനില്ലേ, നീ പറയണ വടയും ചായയും ബോണ്ടയും വാങ്ങിയിട്ടുള്ള ആരോ പറഞ്ഞല്ലോ 50,000 1 ലക്ഷം, അവരുടെയൊക്കെ നീ ഇവിടെ കൊണ്ടുവരണം കേട്ടോ. ആരുടെന്നാണ് 50,000 1 ലക്ഷവും നിന്റെ മണ്ണാർക്കാട് നാട്ടിൽ ഏത് കളവൻ്റെ അടുത്ത് നിന്നാണോ വാങ്ങിയത് ആ കളവനെയൊക്കെ കൂട്ടിയിട്ട് നീ ഇവിടെ വാ. ഇവിടെ തന്നെ ഉണ്ടല്ലോ, എവിടെയും പോയിട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ ഇവിടെ വാ. പിന്നെ തെളിവുകൾ നിരത്തി സംസാരിക്കണം, അല്ലാണ്ട് വെറുതെ വായി തോന്നിയത് കോതയ്ക്ക് പാട്ട് പറയുന്ന പോലെ നീ കാണുന്ന ചലച്ചിട്ട് ഇനി ആരും കയറ്റാൻ പോണില്ല. കയറ്റും എന്ത്? എന്നോട് ശത്രുത ഉള്ള ആൾക്കാർ, ഞാൻ വളരുന്നത് ശത്രുത ഉള്ള ആൾക്കാർ, എൻ്റെ മക്കൾ വളരുന്ന ശത്രുത ഉള്ള ആൾക്കാർ, അതുപോലെ തന്നെ ഫാത്തിനോട് ശത്രുത ഉള്ള ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ നിൻ്റെ അടുത്ത് അടിയിൽ വന്നിട്ട് കമൻ്റ് ഇടും, നല്ല നിനക്ക് സപ്പോർട്ട് ചെയ്തിട്ട് കമൻ്റ് ഇടും. നിന്നെ ഇങ്ങനെ പിരികേറ്റിട്ട് വിടും. നീ വിചാരിക്കണ്ടാവും അതൊക്കെ നല്ലതാണെന്ന്. ഒരിക്കലല്ല. അവരൊക്കെ പിരികേറ്റ് അവർ നിൻ്റെ കമൻറ്റ് ബോക്സിൽ എനിക്കെതിരെ ഇടും, എൻ്റെ കമൻറ്റ് ബോക്സിൽ നിനക്കെതിരെ ഇടും. അത് ഞാൻ കുറേ ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് എൻ്റേന്നല്ല, ഏത് റിയാക്ഷൻ വീഡിയോസിൻ്റെ ആൾക്കാരുടെ ഇതിൽ പോയാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ കമൻസ് അതേപടി നമ്മളുടെ നേരെ തിരിച്ച് അവർക്ക് എന്താണ് അറിയേണ്ടതെന്ന് വെച്ചാൽ, ഈ പറയുന്ന ആൾക്കാർക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ അവിഹിതം പിന്നെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് അവർക്ക് വേണ്ടുള്ളൂ. അവരതുകൊണ്ട് ക്ലിയറായിട്ട് അത് കേൾക്കാൻ വേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് എന്നെ പിരികേറ്റും, ഞാൻ എന്താ കടന്ന് തുള്ളണെന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് എടുത്തിട്ട് അങ്ങോട്ട് പോകും. ഇതൊക്കെയാണ് അവിഹിതം. പിന്നെ നീ തെറിയൊന്നും വിളിക്കണ്ട, അല്ലാണ്ട് തന്നെ നീ എന്തൊക്കെ പറഞ്ഞുണ്ടാക്കണോ. വേശ്യ എന്ന് പറഞ്ഞത് തെറിയല്ല, വെടി എന്ന് പറയുന്നത് തെറിയല്ല, വേറുള്ളത് പറയുന്നത് തെറിയല്ല. ഞങ്ങൾ പറഞ്ഞത് മാത്രമാണ് തെറി. നീ ഭയങ്കര സത്യസന്ധൻ, മാന്യൻ, തെറി വിളിക്കാണ്ട് നല്ല രീതിയിൽ വീഡിയോ ചെയ്യണ നല്ല മാന്യൻ. നിന്റെ അതേ ഛർദ്ദിച്ചത്, നീ ഇന്നലെ മിഞ്ഞാന്ന് ഛർദ്ദിച്ചത് അല്ലെങ്കിൽ ഞാൻ ഛർദ്ദിച്ചത് ഇറ്റ്സ് മീ കൈസ് വാരി കൊണ്ടുപോയിട്ടുണ്ട്. അവനിതാ പണി. അവൻ ഞാൻ ചത്തൂന്ന് വിചാരിച്ചു, ചത്തിട്ടില്ല ശവം. ഞാൻ വിചാരിച്ചു നാട്ടുകാരൊക്കെ കൂടിയിട്ട് തല്ലി കൊന്നൂന്നതിനെ. കാരണം കുറേ ആൾക്കാർ തല്ലി കൊല്ലാനായിട്ട് ഒരിക്കൽ അവൻ്റെ ക്ലിനിക്കിൽ പോയിട്ട് അവനെ ആട്ടി എറിഞ്ഞ് ഓടിച്ചതാണ്. പക്ഷേ അങ്ങനെയുള്ളവരൊന്നും പെട്ടെന്ന് ചാവില്ല എന്ന് മനസ്സിലായി. അപ്പോൾ നീ ഛർദ്ദിച്ചതും ഞാൻ ഛർദ്ദിച്ചതും വാരി കൊണ്ടുപോയിട്ടുണ്ട്. അവൻ്റെ പോക്കറ്റിലിട്ടിട്ട് അവൻ മണി നിറയ്ക്കുന്നുണ്ട്. എന്തായാലും റേഷൻ കടയിൽ നിന്ന് അരി മേടിച്ചില്ലെങ്കിലും ഞങ്ങളെ വിറ്റിട്ട് നിങ്ങൾ അരി മേടിച്ച് തിന്നുണ്ടല്ലോ, അതിൽ ഭയങ്കര സന്തോഷമുണ്ട് ഷെരീഫേ. നീ തിന്നണം, 2 പെൺകുട്ടികളല്ലേ, എനിക്ക് സന്തോഷമുള്ളൂ. നിൻ്റെ കുടുംബം, 2 പെൺകുട്ടികളെ, നിൻ്റെ ഭാര്യ, ഞങ്ങളുടെ ദയയിൽ ജീവിക്കണ്ടല്ലോ, ഭയങ്കര സന്തോഷം. പിന്നെ ഷെരീഫിൻ്റെ ഭാര്യനോടാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോഴും ഞാൻ പറയാ, ഷെരീഫ് നീ ഭയങ്കര ഇതാന്നൊക്കെ വിചാരിക്കും, നീ എങ്ങനെ വേണമെങ്കിലും അവനെ സപ്പോർട്ട് ചെയ്യും, ഒക്കെ ശരിയാണ്. ഷെരീഫെ എല്ലാ ആണുങ്ങൾ തന്നെയല്ലേ, നീയും ആണാണ്, ഈ പറയുന്ന ആൾക്കാരും ആണാണ്. ഈ പാതിരാത്രി 2 മണിക്കും 3 മണിക്കൊക്കെ നീ വീഡിയോ ചെയ്യണം. അതിൻ്റെ മുന്നേ 2 മണിക്കും 1 മണിക്കൊക്കെ ചാറ്റ് ചെയ്ത ലിസ്റ്റുകൾ എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ എത്ര മണിക്കാണ് നീ ചാറ്റ് ചെയ്യണത്, എത്ര മണിക്കാണ് നീ കിടന്നുറങ്ങണത്? ഭാര്യ ഉറങ്ങിയിട്ടില്ല, ഭാര്യ ഉറങ്ങി, അവളറിയില്ല എന്നൊക്കെ നീ എൻ്റെ അടുത്ത് ഡയലോഗ് അടിച്ചല്ലോ. ഇതേപോലെ തന്നെയല്ലേ നീ എല്ലാ പെൺകുട്ടികളുടെ അടുത്ത് ഡയലോഗ് അടിക്കണ്ടാകുക. അവൾ ഉറങ്ങിയേ 2 മണിക്ക് 1 മണിക്കൊക്കെ അല്ലേ നീ ചാറ്റ് ചെയ്യണത്. അതൊക്കെ നല്ല ആണുങ്ങളുടെ ലക്ഷണങ്ങളാണ്, പൊള്ളി ആണുങ്ങളുടെ ലക്ഷണങ്ങളാണ്. പിന്നെ നീ വീഡിയോ ഇടും പറഞ്ഞിട്ട് നിൽക്കണില്ലേ, യൂട്യൂബിൽ നീ അങ്ങനെയുള്ളൊരു വീഡിയോ കൊടുന്ന് ഇട്ട്. അപ്പോഴാണ് നീ ഇപ്പോൾ പറയണ്ടല്ലോ എൻ്റെ ചാനൽ അങ്ങോട്ട് പൂട്ടിയിട്ട് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ നീ അങ്ങനെ അങ്ങോട്ട് പൂട്ടിയിട്ട് പോകരുത്. നീയായിട്ട് തന്നെ നീ യൂട്യൂബിന് കൊടുക്കണ ഇൻഫർമേഷൻ, അല്ലെങ്കിൽ യൂട്യൂബിന് നീ എന്താണോ കൊടുക്കണത് അവരായിട്ട് നിന്നെ പൂട്ടിക്കും. പിന്നെ പണ്ട് ഞാൻ കുറച്ച് വീഡിയോസുകളൊക്കെ ഞാനായിട്ട് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. കാരണം എൻ്റെ അക്കൗണ്ടിൽ അങ്ങനെയുള്ള വീഡിയോസൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ സ്വയബോധത്തോടു കൂടിയിട്ട് ഞാൻ ഡിലീറ്റ് ചെയ്തതാണ്. കാരണം ഇനി അങ്ങനത്തെ ഉള്ള സംഭവങ്ങളിലേക്കൊന്നും ഞാൻ പോണില്ല.
ഇപ്പം നോമ്പിൻ്റെ നിന്നെ പറഞ്ഞില്ലേ പിരിവിനാണ് ഞാൻ അങ്ങനത്തെ അടവെടുത്തതെന്ന്. എടാ എനിക്ക് പിരിവ് നടത്തേണ്ട ആവശ്യമില്ലടാ ഷെരീഫേ. കാരണം എന്താണെന്നറിയോ, ഷാജിക്ക് ഇക്ക മരിച്ച് ഇക്കാൻ്റെ ഇത് വെച്ച് പിരിവ് നടത്തണമെന്ന് നീ പറയില്ലേ. ആ മനുഷ്യൻ മരിച്ചതിൻ്റെ ശേഷം എനിക്ക് ഇതുവരെ പണം കൊണ്ട് അല്ലെങ്കിൽ പൈസയും കൊണ്ട് എൻ്റെ മക്കൾക്ക് പട്ടിണിയും കൊണ്ട് ഇതുവരെ ഞാൻ കഷ്ടപ്പെട്ടിട്ടില്ല. എങ്ങനെയെങ്കിലൊക്കെ ആയിട്ട് ഞാൻ എന്നാൽ എൻ്റെ ഇക്കാൻ്റെ കൂടെ ജീവിക്കുമ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പട്ടിണിയായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഗർഭിണിയായിരിക്കുമ്പോൾ ഭക്ഷണം കിട്ടാണ്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട്. വാടക വീട്ടിൽ നീ പറഞ്ഞല്ലോ പലചരക്ക് കടയിൽ കടം. ഷാജി ഈ മണ്ണാർക്കാട് നാട്ടിൽ വന്നിട്ട് ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് സാധനങ്ങൾ മേടിക്കണേ, അല്ലാണ്ട് നിൻ്റെ ഊത്ത വീടിൻ്റെ മുന്നിലത്തെ പലചരക്ക് കടയിൽ നിന്നല്ല ഷാജി സാധനങ്ങൾ മേടിക്കണ്ടായിരുന്നത്. ഷാജി അവിടുന്ന് സാധനം മേടിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ നിൻ്റെ ഊത്ത നിൻ്റെ കൂട്ടുകാരനാണെന്ന് അറിഞ്ഞപ്പോൾ അത് അപ്പം തന്നെ ഞാൻ സ്റ്റോപ്പാക്കി. പിന്നെ ഷാജി കടം മേടിച്ചിട്ടുണ്ട്. എപ്പോഴാണെന്നറിയോ, പണ്ട് കെട്ടിയവനുള്ള സമയത്ത് ഞങ്ങൾ നാട്ടിലിരിക്കുമ്പോൾ 1-ാം മേലിനായാലും ബാക്കിയുള്ളതൊക്കെ എൻ്റെ കെട്ടിയവൻ പറ്റ് ബുക്കിൽ എഴുതാൻ പറഞ്ഞിട്ട് കെട്ടിയവൻ പറഞ്ഞിട്ട് ഷാജി കടം മേടിച്ചിട്ടുണ്ട്. അല്ലാണ്ട് ഒറ്റയ്ക്ക് ജീവിക്കുന്ന സമയത്ത് ഷാജി കടം മേടിച്ചില്ല. കടം മേടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഞാൻ അന്തസ്സായി കൊടുക്കും. പിന്നെ എൻ്റെ ഈ മണ്ണാർക്കാട്ടിൽ നാട്ടിൽ വന്നിട്ട് ഞാൻ ഈ സൂപ്പർ മാർക്കറ്റ് എൻ്റെ മുന്നിൽ തന്നെ അൽ ഫായിദ ഹൈപ്പർ മാർക്കറ്റാണ് ഇരിക്കുന്നത്. അവിടെ നിന്ന് എനിക്ക് സാധനങ്ങൾ മേടിക്കാം, വേറെയുള്ളവിടെ നിന്ന് മേടിക്കാം. അവിടെ നിന്നും കടം കൊടുക്കണ പരിപാടി ഉണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ ഇതുവരെ ചോദിച്ചിട്ടില്ല. പലചരക്ക് കടയിൽ നിന്നല്ല ഞാൻ ഇവിടെ സാധനങ്ങൾ മേടിക്കും. ഞാൻ ഹൈപ്പർ മാർക്കറ്റ്, പിന്നെ അവിടുത്തെ മറ്റേ ആ മാർക്കറ്റൊക്കെ അല്ലേ ബസാറ്, അതിൽ നിന്നൊക്കെയാണ് ഷാജി സാധനങ്ങൾ മേടിക്കുന്നത്. വേണമെങ്കിൽ അവിടെ കണ്ട ആൾക്കാരൊക്കെ ഉണ്ടാവും എന്നെ. ഞാൻ മാസം അങ്ങനെയാണ് സാധനങ്ങൾ മേടിക്കൽ. അപ്പോൾ മോന് മനസ്സിലായല്ലോ അല്ലേ. പിന്നെ എനിക്ക് നിന്നോട് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ, നീ ഇങ്ങനെ ജീവിക്കണത് ഞാൻ ഇപ്പോഴും പറയാം. ഇന്നിപ്പോൾ തുണി തൂറിയ പോലെ ആയിട്ടുണ്ട്. കാരണം ഇന്ന് വലിയ സംഭവം കൊണ്ടൊക്കെ രാവിലത്തെ വീഡിയോയിൽ കഴിഞ്ഞിട്ട് ഉച്ചയ്ക്കൊരു വീഡിയോ കൊണ്ട് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്തോ ബോംബ് ഇട്ടിട്ട് പൊട്ടിക്കാനാണെന്ന്. പക്ഷേ പാവം മെല്ലെ കാറിൽ നിന്നൊക്കെ ഇറങ്ങി. എല്ലാവരും പറയുന്നു കാറിൽ എ സി ഇട്ടിട്ട് ഇരിക്കല്ലേ എന്ന് പറഞ്ഞപ്പോൾ മെല്ലെ കാറിൽ നിന്ന് ഇറങ്ങി ടെറസിൻ്റെ മേലെ കയറി മാങ്ങ പൊട്ടിച്ച് തിന്നിട്ട്. നിന്നെ കൊണ്ടൊന്നും പറ്റില്ലടാ ഷെരീഫേ. നീ വലിയ മൊബൈൽ മെക്കാനിക്കാണെന്ന് പറയണ്ടല്ലോ, അല്ലെങ്കിൽ നിനക്ക് മൊബൈൽ ഷോപ്പ് ഉണ്ട് എന്നൊക്കെ പറയണ്ടല്ലോ. നിന്റെ ഒരു വീഡിയോ ഫോൺ നേരാക്കണത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. നീ മറ്റുള്ളവരുടെ പച്ചറിച്ച് തിന്നണ വീഡിയോ മാത്രമല്ലാണ്ട് നിന്റെ ബിസിനസ് പരമായിട്ടോ അല്ലെങ്കിൽ നിന്റെ വേറെയുള്ള പരമായിട്ടുള്ള വീഡിയോസ് ഞങ്ങൾ കണ്ടിട്ടില്ല. പക്ഷേ ആ പറയുന്ന ഫാത്തി പറയുന്ന മനുഷ്യൻ എത്ര ഐഫോണ് നേരാക്കി കൊടുക്കണത് നമ്മൾ കാണുന്നുണ്ട്. എത്ര പെണ്ണുങ്ങൾ അവൻ്റെ അടുത്ത് ഫോണുകൾ കൊണ്ടു കൊടുക്കുന്നുണ്ട്, എത്ര വീഡിയോസ് അങ്ങനെ അവൻ പബ്ലിക്കായിട്ട് ഇടുന്നുണ്ട്. പിന്നെ ഷാജി അങ്ങനെ ഫാത്തിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫാത്തിൻ്റെ കൂടെ ജീവിക്കണമെങ്കിൽ ഷാജി ഇങ്ങോട്ട് നോക്ക്. ഞാൻ ഈ പബ്ലിക്കിൻ്റെ മുന്നിൽ വന്ന് പറയും, ഇതിൻ്റെ മുന്നിൽ വന്ന് പറയും. പിന്നെ ഇങ്ങോട്ട് നോക്കിട്ടാ ഷെരീഫ്, ഇങ്ങോട്ട് നോക്ക്, ഞാൻ പറഞ്ഞുതരാം. നീ എന്താ പറഞ്ഞ ഷറഫലി, കാസർഗോഡത്തെ ഷറഫലിൻ്റെ കാര്യം പറഞ്ഞാൽ, ഷറഫലി ഞാനും എൻ്റെ ഇക്ക മരിച്ചതിന് ശേഷം അവൻ എനിക്ക് സഹായിച്ചിട്ടുണ്ട്, പൈസ തന്നിട്ടുണ്ട്. അതിൻ്റെ ഇരട്ടി ഷാജി അങ്ങോട്ട് കൊടുത്തു. ഈ വീഡിയോ ഫുള്ള് വാച്ച് ചെയ്തില്ല. അപ്പോൾ നിങ്ങൾ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, താങ്ക് യു.